അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ ഒന്നും തന്നെ ഇതുവരെയും ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. ആണവ പദ്ധതികൾക്ക് പുറത്തുള്ള കാര്യങ്ങളിൽ മാത്രം മതി ചർച്ചയെന്നായിരുന്നു ഇറാന്റെ നിലപാട്. എന്നാൽ ചരിത്രത്തിലാദ്യമായി യുഎസുമായുള്ള സമാധാന ചർച്ചകളിൽ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തയ്യാറായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയാണ് സെനറ്റ് സമിതിക്ക് മുന്നിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ആണവ പദ്ധതിയുടെ ചില വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇറാൻ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത്. തന്റെ ഓർമ്മയിൽ ആദ്യമായാണ് ഇറാൻ ഇത്തരമൊരു ചർച്ചയ്ക്ക് വഴങ്ങുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ എവിടെ വെച്ച് ഏത് ചർച്ചയിലാണ് ഇറാൻ ഇക്കാര്യം സമ്മതിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ചർച്ചകളിലാണ് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ചർച്ച ഇന്നോ നാളെയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ സംഭവിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബജറ്റ് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന യുഎസ് സെനറ്റ് ഫോറിൻ റിലേഷൻസ് കമ്മിറ്റിയുടെ ഹിയറിംഗിൽ സംസാരിക്കുമ്പോഴാണ് റൂബിയോ ഈ സുപ്രധാന വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. ഇരു കൂട്ടർക്കും, അതായത് യുഎസിനും ഇറാനും പൊതുസ്വീകാര്യമായ തരത്തിലായിരിക്കും ഇത്തരം ചർച്ചകളെന്നാണ് റൂബിയോ പറയുന്നത്. വളരെ കൃത്യമായി തീരുമാനിക്കപ്പെട്ട വിഷയങ്ങളിൽ മാത്രമായിരിക്കും ചർച്ച നടക്കുക. അതായത് ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും ചർച്ച ചെയ്യില്ല. പകരം ഇറാൻ സമ്മതിച്ചിട്ടുള്ളതും യുഎസ് ആവശ്യപ്പെട്ടതുമായ പ്രത്യേക വശങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. അത് പ്രധാനമായും ആണവായുധ നിർമ്മാണത്തിലേക്ക് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം കടക്കാതിരിക്കാനുള്ള നയങ്ങളായിരിക്കുമെന്നാണ് സൂചന. ആണവ പദ്ധതികൾക്ക് പുറമെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനെക്കുറിച്ചും ചർച്ചയുണ്ടാകുമെന്നും റൂബിയോ വ്യക്തമാക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തി ഇറാൻ ആ പാത തുറന്നാൽ ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പിൻവലിക്കാൻ യുഎസ് തയ്യാറാണ്. കപ്പലുകൾക്ക് യാതൊരുവിധ തടസ്സങ്ങളോ ടോളോ ഇല്ലാതെ കടന്നു പോകാൻ കഴിയണം. കടലിടുക്കിൽ ഇറാൻ കാട്ടുന്ന ഇത്തരം നിയമവിരുദ്ധമായ നീക്കങ്ങളെ ചൈനയും റഷ്യയും അടക്കം മുഴുവൻ ലോകങ്ങളും എതിർക്കുകയാണെന്നും റൂബിയോ സെനറ്റിൽ പറഞ്ഞു. എന്നാൽ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുന്ന കാര്യം ഇതിൽ ചർച്ചയായിട്ടില്ല. ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കണമെങ്കിൽ അത് പൂർണ്ണമായും ആണവ പദ്ധതികളിലെ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കും. ഏത് കാരണത്താലാണോ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത് അതിൽ അനുകൂലമായ മാറ്റമുണ്ടായാൽ മാത്രമേ സാമ്പത്തിക ഇളവുകൾ നൽകൂ എന്ന് റൂബിയോ കർശനമായി നിലപാടെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അമേരിക്ക ഇസ്രയേൽ സഖ്യവും ഇറാനും തമ്മിൽ നടന്നു വന്ന കടുത്ത യുദ്ധത്തിന് അർദ്ധവിരാമമിട്ട ശേഷമാണ് ഈ സമാധാന ശ്രമങ്ങൾ നടക്കുന്നത്. യുഎസ് ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ ഇറാന്റെ പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങൾക്കും മിസൈൽ ശേഷിക്കും വലിയ തകർച്ച നേരിട്ടതായി റൂബിയോ സമ്മതിക്കുന്നുണ്ട്. എങ്കിലും ഇറാന്റെ പക്കൽ ഇപ്പോഴും ധാരാളം ഡ്രോണുകളുണ്ടെന്നും അവ നിർമ്മിക്കാൻ എളുപ്പമാണെന്നും അദ്ദേഹം സെനറ്റിനെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു പ്രധാന വിവരം ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ കാംനയി ജീവിച്ചിരിപ്പുണ്ടെന്നും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെന്നുമാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. എന്നാൽ അദ്ദേഹം നിലവിൽ എഴുത്തുരൂപത്തിലും ഇടനിലക്കാർ വഴിയുമാണ് ആശയവിനിമയം നടത്തുന്നത്. ഇറാനിലെ ചർച്ചാ പ്രക്രിയകൾ വളരെ കേന്ദ്രീകൃതമായതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്നുള്ള ഒരു സന്ദേശത്തിന് മറുപടി ലഭിക്കാൻ 3 മുതൽ 5 ദിവസങ്ങൾ വരെ സമയമെടുക്കുന്നുണ്ടെന്നും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും കടുത്ത സൈനിക സംഘർഷങ്ങൾക്ക് ശേഷം ഒരു താൽക്കാലിക വെടിനിർത്തലിൽ നിന്ന് വലിയൊരു സമാധാന കരാറിലേക്ക് ഇരു രാജ്യങ്ങളും നീങ്ങുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആണവ ചർച്ചകളിൽ ഇറാൻ കാണിക്കുന്ന ഈ പുതിയ സമീപനം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.